ഇപ്പൊ പ്രസന്റിൽ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി അവിടെയുള്ള ജനങ്ങളെല്ലാവരും ഡോഫ്ലമിംഗോയ്ക്കെതിരായിട്ട് തിരിഞ്ഞു. അതുകൂടാതെ മനുഷ്യന്മാരായിട്ട് മാറി അവിടെ ഉണ്ടായിരുന്ന പൈററ്റ്സ് എല്ലാവരും ഡോഫ്ലമിംഗോയെ കൈ കിട്ടിയ വെട്ടി കൊല്ലാനാണ് നിൽക്കുന്നത്. ഇതേ സമയത്ത് കൊളോസത്തിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഫൈറ്റ് ചെയ്യുന്നതിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സാബോ കൊളോസത്തിലെ സ്റ്റേജിന്റെ കോർ ഭാഗം കണ്ടുപിടിച്ചു. അതായത് ആ സ്റ്റേജിന്റെ നടുഭാഗം, അതിന്റെ നട്ടല്. നമ്മുടെ സാബോ ആർമമെന്റ് ഹാക്കിയിൽ ഒരു കില്ലാടിയാണ്. അവൻ എന്നിട്ട് ആർമമെന്റ് ഹാക്കി ഉപയോഗിച്ച് ആ സ്റ്റേജിന്റെ നടുവിലേക്ക് അടിച്ച് അവൻ നിൽക്കുന്ന ഭാഗമല്ലാതെ ബാക്കിയുള്ള എല്ലാ ഭാഗവും അടിച്ച് തകർത്തു. അപ്പൊ ഏസിന്റെ ഫ്രൂട്ട് ഒരു പെട്ടിയിലേക്ക് കെട്ടിവെച്ച ആ ഫൈറ്റിംഗ് ഫിഷ് പുറത്തേക്ക് ചാടി വരുമ്പോ സാബോ ഒന്നും നോക്കാതെ പെട്ടെന്ന് തന്നെ ആ ഫൈറ്റിംഗ് ഫിഷിന്റെ പുറത്തുള്ള ആ ബോക്സ് പൊട്ടിച്ച് അവൻ ആ ഫ്രൂട്ട് കയ്യിലെടുത്തു. എന്നിട്ട് എല്ലാവരും നോക്കി നിൽക്കെ അവന്റെ സ്വന്തം ബ്രദറിന്റെ ഫ്രൂട്ട് മറ്റാർക്കും വിട്ടുകൊടുക്കാതെ അവൻ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ അത് കഴിച്ചു. ശേഷം സാബോ വെള്ളത്തിലേക്ക് വീഴാൻ പോയ റെബേക്ക എടുത്ത് ഏസിന്റെ ആ ഒരു പവർ കൊണ്ട് അവൻ ആ കൊളോസത്തിന്റെ നടുവിലേക്ക് ആദ്യത്തെ ഒരു വലിയ അറ്റാക്ക് ചെയ്തു. അതെന്തിനാണെന്ന് വെച്ചാൽ അവൻ ആ അണ്ടർഗ്രൗണ്ട് പോർട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി. അവന്റെ ആ ഒരു അറ്റാക്കില് കൊളോസത്തിന്റെ നടുഭാഗം തകർന്നു. ആ ഒരു സമയത്ത് തന്നെ അടിയിൽ അണ്ടർഗ്രൗണ്ടിൽ ബോധം കെട്ട് കിടക്കുന്ന നമ്മുടെ ഊസോപ്പിനെ അവൻ കാരണം രക്ഷപ്പെട്ട ഹജറുദ്ദീൻ ആ വലിയ ജയന്റ് ഊസോപ്പിനെ കയ്യിലെടുത്തു. എന്നിട്ട് ഹജറുദ്ദീൻ അവിടെയുള്ള എല്ലാവരെയും നോക്കി, വാരിയേഴ്സ്, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ, ഈ മനുഷ്യൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മളെല്ലാവരും അവന്മാരുടെ അടിമകളായിട്ട് കിടക്കേണ്ടി വന്നേനെ. പക്ഷേ ഈ മനുഷ്യൻ, ഈ ഹീറോ നമ്മളെ സഹായിച്ചു, നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. ഈ മനുഷ്യനാണ് ക്യാപ്റ്റൻ ഊസോപ്പ് എന്ന് പറഞ്ഞ് ഊസോപ്പിന്റെ രണ്ട് കൈയും വിടർത്തി കാട്ടി അവർ ഊസോപ്പിന് ജയ് വിളിച്ചു. അതേ സമയത്ത് തന്നെ സാബോയുടെ അറ്റാക്ക് കാരണം മുകൾ ഭാഗം തകർന്ന് താഴെ വീഴുന്നതുകൊണ്ട് ക്യാപ്റ്റൻ ഊസോപ്പിന്റെ നേരെ ഒരു വലിയ പ്രകാശം വന്നു. ആ അണ്ടർഗ്രൗണ്ട് മുഴുവൻ ആ പ്രകാശം പടർന്നു. അത് കാണുന്ന ജനങ്ങളുടെ മുഴുവൻ കണ്ണു നിറഞ്ഞു. അവിടെ കൂടി നിൽക്കുന്ന ജനങ്ങൾ മുഴുവൻ അവൻ ദൈവമാണെന്ന് വിശ്വസിച്ചു. അവരെല്ലാവരും അവനെ പുതിയൊരു പേര് ചൊല്ലി വിളിച്ചു, ഗോഡ് ഊസോപ്പ് എന്ന്. പക്ഷെ കൈ വിരിച്ചു നിൽക്കുന്ന ഊസോപ്പിന്റെ അവസ്ഥ എന്താണെന്ന് അവന് മാത്രമേ അറിയുള്ളൂ. അവൻ അവരോട് അവനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പറയുന്നുണ്ട്, എന്നെ താഴെ ഇറക്കടാ നാറികളെ. അപ്പൊ അവൻ പറയുന്ന ആ കാര്യം അവർ മറ്റൊരു രീതിയിലാണ് കേൾക്കുന്നത്. അവരെല്ലാവരും അവനെ പിന്തുടരണമെന്ന്. ഈ കാര്യം കേൾക്കുന്ന അവർക്ക് കൂടുതൽ സന്തോഷമായി. അവർ ഊസോപ്പിനെ വീണ്ടും വീണ്ടും ഗോഡ് ഊസോപ്പ് എന്ന് വിളിച്ചു. അവരുടെ എല്ലാവരുടെ അലർച്ച കേട്ട് കണ്ണു തുറന്ന് നോക്കുന്ന നമ്മുടെ ഊസോപ്പ് ആവട്ടെ, എന്ത് തേങ്ങയുടെ ഇവന്മാരൊക്കെ ഈ പറയുന്നേ എന്നൊരു രീതിയിലായി പോകുന്നുണ്ട്. ഇപ്പൊ അവിടെയുള്ള ട്രബിള് ബോധം പോയി കിടക്കുന്ന ഷുഗറിനെ എടുത്ത് അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടു. മുകളിലുണ്ടായിരുന്ന സാബോയും കോവാലയും അവരുടെ കൂടെ ഉണ്ടായിരുന്ന റവല്യൂഷണറി ആർമിയിലെ ഹാക്കിനെ കാണാൻ താഴേക്ക് വന്നു. എന്നിട്ട് അവിടെ വെച്ച് സാബോ റെബേക്കയ്ക്ക് എല്ലാ സത്യങ്ങളും പറഞ്ഞു കൊടുത്തു. അവർ മൂന്നുപേരും റവല്യൂഷണറി ആർമിയിലെ ആൾക്കാരാണ്. അതുപോലെ അവൾ നേരത്തെ കണ്ട ലൂസി സ്ട്രോ ഹാറ്റ്സ് പൈററ്റ്സിന്റെ ക്യാപ്റ്റനാണ്. അതുപോലെ അവന്റെ സ്വന്തം ബ്രദറും. അവര് റവല്യൂഷണറി ആർമിയിലെ ആൾക്കാർ അവിടേക്ക് വന്നതിന്റെ കാരണം ഡോഫ്ലമിംഗോയുടെ വെപ്പൺ ഡീലിംഗ് തടയാൻ വേണ്ടിയാണ് എന്നുള്ള മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് അവിടെ വെച്ച് സാബോയും കോവാലയും കാണുന്ന റോബിൻ അവരോട് വന്ന് സംസാരിക്കുന്നു. കാരണം അവർ തമ്മിൽ പരിചയമുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ റോബിൻ 2 വർഷം ട്രെയിനിങ്ങിന് പോയത് ഈ റവല്യൂഷണറി ആർമിയിലെ ആൾക്കാരുടെ കൂടെ ആയിരുന്നില്ലേ. അതുകൊണ്ടാണ് റോബിൻ അവരെ അറിയുന്നത്. റോബിനും റവല്യൂഷണറി ആർമിയിലെ ആൾക്കാരും സംസാരിക്കുന്ന സമയത്ത് അവിടേക്ക് വന്ന ബാർത്തലോമിയോ റോബിനെയും ഊസോപ്പിനെയും കണ്ട് കണ്ണ് നിറഞ്ഞ് വാ പൊളിച്ച് നിന്ന് പോകും. അപ്പൊ അവന്റെ എക്സ്പ്രഷൻ കാണുന്ന സാബോ, നിനക്കെന്താടാ വയ്യേ എന്നൊരു രീതിയിൽ ചോദിക്കുന്നു. ഇവിടെ പഴയ രൂപത്തിലേക്ക് മാറിയ കീറോസ് ഉടനെ തന്നെ ചാടി വന്ന് ഡോഫ്ലമിംഗോയെ വെട്ടി. അതുപോലെ ലൂഫിയും വിയോലയും പെട്ടെന്ന് തന്നെ അവരുടെ കയ്യിലുള്ള ചാവി ഉപയോഗിച്ച് ലോയുടെ കയ്യിലുള്ള വിലങ്ങ് അഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് സീപ്രസൻ സ്റ്റോൺ കൊണ്ടുള്ള വിലങ്ങ് ആയതുകൊണ്ട് ലൂഫിക്ക് ആ ചാവി കൊണ്ട് ആ വിലങ്ങ് അഴിക്കാൻ കഴിയുന്നില്ല. ആ സമയത്ത് കീറോസ് വെട്ടി താഴെയിട്ട് ഡോഫ്ലമിംഗോ വീണ്ടും സംസാരിക്കുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് ശരിക്കും ഡോഫ്ലമിംഗോ അല്ല, അവന്റെ ക്ലോൺ ആണ്. അവന്റെ സ്ട്രിങ് ഉപയോഗിച്ച് അവൻ അതുപോലെ ഒരുപാട് ക്ലോണിന് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ലൂഫി പെട്ടെന്ന് ഡോഫ്ലമിംഗോയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. പക്ഷെ ആ പീക്ക എന്ന് പറയുന്നവൻ അവിടെ ഉള്ളിടത്തോളം കാലം അവർക്ക് ഡോഫ്ലമിംഗോയുടെ അടുത്തേക്ക് അത്ര പെട്ടെന്ന് എത്താൻ കഴിയില്ല. ആ പീക്ക മുകളിലുണ്ടായിരുന്ന എല്ലാവരെയും താഴേക്ക് തൂക്കിയെടുത്ത് എറിഞ്ഞു. ഇപ്പൊ ഈ ഡ്രോസറോസയിലുള്ള എല്ലാ ജനങ്ങൾക്കും ഡോഫ്ലമിംഗോ അവരെ ചതിക്കുകയാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് അവരാരും ഇനി ഡോഫ്ലമിംഗോയെ വിശ്വസിക്കില്ല. സോ ഡോഫ്ലമിംഗോ ഇനി അടുത്തത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അവന്റെ സ്ട്രിങ് ഉപയോഗിച്ച് അവിടെയുള്ള മുഴുവൻ ആൾക്കാരെയും കൊന്നു തള്ളാനാണ് അവന്റെ പ്ലാൻ. അതിനുവേണ്ടി ആദ്യം അവന്റെ സ്ട്രിങ് ഉപയോഗിച്ച് അവൻ ആ ഐലൻഡ് മുഴുവൻ കവർ ചെയ്തു, ഒരു കൂട് പോലെ. ഇനി ഒരാൾക്ക് പോലും അവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ കഴിയില്ല. അഥവാ ആരെങ്കിലും ആ സ്ട്രിങ് മറികടന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അവർ കഷ്ണം കഷ്ണമായിട്ട് മാറും. ഡോഫ്ലമിംഗോ അവന്റെ സ്ട്രിങ് കൊണ്ട് അവിടെ മുഴുവൻ കവർ ചെയ്തതിന് ശേഷം അവന്റെ പവർ കൊണ്ട് അവിടുത്തെ മറൈൻസിനെയും പൈററ്റ്സിനെയും കൺട്രോൾ ചെയ്തു. എന്നിട്ട് അവരെ കൺട്രോൾ ചെയ്ത് എല്ലാവരെയും പരസ്പരം അറ്റാക്ക് ചെയ്യാണ്. അതിനുശേഷം അവനും അവന്റെ ആൾക്കാരുള്ള ആ കൊട്ടാരം പീക്കയുടെ സഹായത്തോടെ ഒരുപാട് ഉയരത്തിലേക്ക് കൊണ്ടുപോയി. ഇനി അവരെ ആർക്കെങ്കിലും അറ്റാക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ മുകളിലേക്ക് കഷ്ടപ്പെട്ട് കയറി പോകണം, അല്ലെങ്കിൽ ആ പീക്കയെ വെട്ടി തോൽപ്പിക്കണം. അതിനും മാത്രം ആരെങ്കിലും ഉണ്ടോ അവരുടെ കൂട്ടത്തിൽ? ഉണ്ടാവില്ല. വെട്ടി തോൽപ്പിക്കാൻ മാത്രം ആരും ഉണ്ടാവില്ല, അല്ലേ? ഇപ്പൊ കൊട്ടാരത്തിലിരിക്കുന്ന ഡോഫ്ലമിംഗോ ഒരു മൈക്കിലൂടെ അവിടുത്തെ ജനങ്ങൾ കേൾക്കാൻ വേണ്ടി സംസാരിക്കും. നിങ്ങളെല്ലാ സത്യങ്ങളും അറിഞ്ഞതുകൊണ്ട് എനിക്ക് നിങ്ങളെ കൊല്ലാതെ വേറെ വഴിയില്ല. പിന്നെ ഇതൊരു ഗെയിമാണ്. ഞാൻ ഈ കൊട്ടാരത്തിന്റെ മുകളിൽ നിന്ന് എവിടേക്കും ഓടി രക്ഷപ്പെടില്ല. ആർക്ക് വേണമെങ്കിലും ഇവിടേക്ക് വന്ന് എന്നെ കൊല്ലാം, എന്റെ ജീവൻ എടുക്കാം. അപ്പോ ഈ ഗെയിം അവസാനിക്കും. അതല്ലാതെ ഈ ഗെയിം നിർത്താൻ മറ്റൊരു വഴി കൂടെയുണ്ട്. ഞാൻ ഈ പേര് പറയുന്ന ആൾക്കാരെ നിങ്ങൾ കൊന്നാ മതി. അത് വെറുതെ ഒന്നും വേണ്ട. അവരെ കൊല്ലുന്നവർക്ക് എന്റെ വക ഒരു വലിയ പ്രൈസ് ഉണ്ടാവും, ഒന്നൊന്നര സമ്മാനം. ഒന്നെങ്കിൽ നിങ്ങൾ കൊല്ലണം, അല്ലെങ്കിൽ നിങ്ങൾ ചാവണം. അതുകൊണ്ട് ഇപ്പൊ മുതല് ഈ ഐലൻഡിലുള്ള എല്ലാ ആൾക്കാരും ഹണ്ടേഴ്സ് ആണ്. അതുകൊണ്ട് രക്ഷപ്പെടാൻ താല്പര്യമുണ്ടെങ്കിൽ ഓരോരുത്തരെ ഇപ്പൊ മുതൽ കൊന്നു തുടങ്ങിക്കോ. എന്റെ കണ്ണു വെട്ടിച്ച് ഒരുത്തനും ഇവിടെ ഒളിച്ചിരിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. കാരണം ഈ ഒരു സ്ഥലം ഇപ്പൊ ഒരു കൂടാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു സ്ഥലവും സുരക്ഷിതമല്ല. അതുകൊണ്ട് ഈ ഗെയിം
അവസാനിക്കുന്നത് വരെ ഓരോരുത്തരെയായിട്ട് ഞാൻ കൊന്നുകൊണ്ടേയിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഒന്നെങ്കിൽ അവരെ കൊല്ലുന്നോ, അതോ ഡോൺ കിഹോത്തെ ഫാമിലിയുടെ കൂടെ ചേർന്ന് എനിക്കെതിരെ നിൽക്കുന്ന ആ 12 മണ്ടന്മാരെ കൊല്ലണോ വേണ്ടയോന്ന് നിങ്ങളൊരു തെറ്റായിട്ടുള്ള തീരുമാനമാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മരിക്കും. മറ്റൊരു കാര്യം, ആ 12 പേരിലെ ഓരോ ആൾക്കാരുടെ സ്റ്റാറിനും ഞാൻ കൊടുക്കാൻ പോകുന്നത് 100 മില്യൺ ബെറിയാണ് എന്ന് ഡോഫ്ലമിംഗോ പറയുന്നത് കേട്ട് അവിടെയുള്ള ആൾക്കാർ മുഴുവൻ ഷോക്കായി. എന്നിട്ട് ഡോഫ്ലമിംഗോ ആ 12 പേരെയും അവർക്ക് ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്ന സ്റ്റാർ റേറ്റിംഗും എത്രയാണെന്ന് പറയും. ഫ്രാങ്കി, വിയോല, കിനിമോൻ, റോബിൻ, റബേക്ക ഇവർ 5 പേർക്കും ഓരോ സ്റ്റാർ വീതം. അതായത് ഇവരെ പിടിക്കുന്നവർക്ക് 100 മില്യൺ ബെറി കൊടുക്കും. ഇനി 2 സ്റ്റാറുള്ള ആൾക്കാർ ആരൊക്കെയാന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ സോറോ, മറ്റൊന്ന് കീറോസ്. ഇവർക്ക് 2 പേർക്കുമാണ് 2 സ്റ്റാർ കൊടുത്തിരിക്കുന്നത്. അടുത്തത് റവല്യൂഷണറി ആർമിയിലെ സാബോ, നമ്മുടെ ലൂഫി, ട്രഫാൽഗർ ലോ, കിങ് റീക്കു ഇവർക്ക് 4 പേർക്കുമാണ് 3 സ്റ്റാർ റേറ്റിംഗ്. ഇവരിൽ ഒരാളെ പിടിക്കുന്നവർക്ക് 300 മില്യൺ ബെറി കിട്ടും. ഡോഫ്ലമിംഗോ ഇപ്പൊ 11 ആൾക്കാരുടെ പേര് പറഞ്ഞു. പക്ഷെ 12ാമത്തെ ആളുടെ പേര് പറയുമ്പോഴാണ് അവിടെയുള്ള എല്ലാവരും ഞെട്ടാൻ പോകുന്നത്. അയാൾ ഒറ്റൊരാൾ കാരണമാണ് ഡോഫ്ലമിംഗോയ്ക്ക് ഇത്രയും തലവേദന ഉണ്ടായത്. ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടാകാൻ കാരണം അവനാണ്. അതുകൊണ്ട് അവന്റെ റേറ്റിംഗ് 5 സ്റ്റാർ ആണ്. അതായത് അവനെ പിടിക്കുന്നവർക്ക് 500 മില്യൺ ബെറി. അത് മറ്റാരുമല്ല, സ്ട്രോ ഹാറ്റ്സ് പൈററ്റ്സിലെ സ്നൈപ്പർ, നമ്മുടെയൊക്കെ ഗോഡ് ഊസോപ്പ്. അത് കാണുന്ന ഊസോപ്പിനാവട്ടെ എന്തിനടാ വീണ്ടും വീണ്ടും എന്നെ എന്നൊരു രീതിയിലായി പോകുന്നുണ്ട്. അതുപോലെ ഊസോപ്പ് കാരണം രക്ഷപ്പെട്ട ആൾക്കാര് ഇത്രയും നേരം അവന്റെ കൂടെയായിരുന്നു. പക്ഷെ 500 മില്യൺ ബെറി കിട്ടുമെന്ന് കണ്ടപ്പോ അവരിൽ ഒട്ടുമിക്ക ആൾക്കാരും ഊസോപ്പിനെതിരെ തിരിഞ്ഞു. കൂടാതെ അവിടെ നിൽക്കുന്ന സാബോ, റോബിൻ അവർക്കൊക്കെ 1ഉം 3ഉം സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് അവിടെയുള്ള ഒട്ടുമിക്ക എല്ലാ പൈററ്റ്സും അവരെ പിടിക്കാൻ വേണ്ടി തിരിഞ്ഞു. അവിടെ ഇനി ഒരുപാട് നേരം നിൽക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് അവരെല്ലാവരും എത്രയും പെട്ടെന്ന് മുകളിലേക്ക് ഓടിപ്പോകുന്നു. അപ്പൊ അവരുടെ കൂടെയുള്ള കിനിമോൻ താൻ അന്വേഷിച്ച് നടക്കുന്ന കാഞ്ചറോ ജങ്ക്യാർഡിലേക്കാണ് രക്ഷപ്പെട്ടു പോയതെന്ന് അറിഞ്ഞതുകൊണ്ട് അയാൾ സ്ട്രോ ഹാറ്റ്സിനോട് താൻ അവിടേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് എത്രയും പെട്ടെന്ന് ജങ്ക്യാർഡിലേക്ക് എടുത്തു ചാടി. ഇതേ സമയത്ത് ഈ ഐലൻഡിൽ ഡോഫ്ലമിംഗോ അവന്റെ പവർ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുന്ന ജനങ്ങൾ എതിരെ നിൽക്കുന്നത് സ്വന്തം കുടുംബമാണെന്നോ സ്വന്തം കൂട്ടുകാരാണെന്നോ പോലും നോക്കാതെ ആ കൺട്രോൾ നഷ്ടപ്പെട്ട പാവം ജനങ്ങളെ പരസ്പരം വെട്ടിക്കൊന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ കൊണ്ട് അവരെ പോലും തടയാൻ കഴിയുന്നില്ല. അവരിഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാരെയും അവർ തന്നെ വെട്ടിക്കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ആർക്കും പുറത്തേക്ക് രക്ഷപ്പെട്ടു പോകാനും കഴിയില്ല. പുറത്തുനിന്ന് ആർക്കും ഇതിന്റെ അകത്തേക്ക് വരാനും കഴിയില്ല. അവർക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് അറിയിക്കാനോ പുറത്തുള്ള ആൾക്കാരെ കോൾ ചെയ്ത് ബന്ധപ്പെടാനോ കഴിയില്ല. അവിടെയുള്ള അഡ്മിറൽ ഫുജിറ്റോറയ്ക്ക് കൺട്രോൾ നഷ്ടപ്പെട്ട തന്റെ ആൾക്കാരെയും അവിടെയുള്ള ജനങ്ങളെയും പിടിച്ചു നിർത്താനല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം വേൾഡ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു ഉത്തരവ് കിട്ടാതെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും? ജനങ്ങളെ പിടിച്ചു നിർത്തുന്നതല്ലാതെ അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ പവർ കൊണ്ട് ഒരു പക്ഷേ ഡോഫ്ലമിംഗോയെ പിടിക്കാൻ പറ്റിയേക്കാം. പക്ഷെ അങ്ങനെ ചെയ്യണമെങ്കിൽ പോലും വേൾഡ് ഗവൺമെന്റിന്റെ ഓർഡർ വേണം. ഡോഫ്ലമിംഗോ ഇപ്പോഴും നിലവിലൊരു വാർലോഡാണ്. അതുകൊണ്ട് ഫുജിറ്റോറയ്ക്ക് ഡോഫ്ലമിംഗോയ്ക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ ഈ ഐലൻഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഡോഫ്ലമിംഗോയാണെന്ന് അവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും മനസ്സിലായി. കിങ് റീക്കുവിനെ കൺട്രോൾ ചെയ്ത് അവിടുത്തെ ജനങ്ങളെ ഉപദ്രവിച്ചതും അന്നത് ചെയ്തത് അദ്ദേഹമല്ല, പകരം ഡോഫ്ലമിംഗോ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി. പക്ഷെ എന്നിരുന്നാൽ പോലും അവർക്കിപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒന്നെങ്കിൽ അവർ ഡോഫ്ലമിംഗോയുടെ കൂടെ നിന്ന് വീണ്ടും രാജാവിനെ തോൽപ്പിക്കാൻ സഹായിക്കണം, അതുപോലെ ആ 12 പേരെ പിടിക്കാനും, അല്ലെങ്കിൽ അവർ ഡോഫ്ലമിംഗോയ്ക്കെതിരെ തിരിഞ്ഞ് അവന്റെ 2000ഓളം വരുന്ന സോൾജേഴ്സിന്റെ കൂടെ ഫൈറ്റ് ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന ജനങ്ങൾക്കാവട്ടെ ഡോഫ്ലമിംഗോയെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായി. അതിന് പകരം അവരുടെ ജീവൻ രക്ഷിക്കാൻ ആ 12 പേരെ പിടിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ ഡോഫ്ലമിംഗോയുടെ കൂടെ നിന്ന് ആ 12 പേരെ പിടിക്കാൻ തീരുമാനിച്ചു. ഇപ്പൊ തൽക്കാലം അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവർക്കത് ചെയ്തേ പറ്റുള്ളൂ. ഒരു ഭാഗത്ത് ജനങ്ങൾ എല്ലാവരും സ്ട്രോ ഹാറ്റ്സിനെതിരെ തിരിഞ്ഞു. അപ്പൊ സെന്യൂർ പിക്കിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന ഫ്രാങ്കി അവിടെ കാണുന്നില്ല. ഫ്രാങ്കി അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഓടിപ്പോയി. കാരണം പീക്ക് നേരത്തെ അവന്റെ പവർ ഉപയോഗിച്ച് സ്ഥലങ്ങളെല്ലാം മാറ്റിയ സമയത്ത് അണ്ടർഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന സ്മൈൽ ഫാക്ടറി പുറത്തേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ട് ഫ്രാങ്കി ഇനി ഫൈറ്റ് ചെയ്ത് താഴത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. അവന് നേരെ പോയിട്ട് ആ സ്മൈൽ ഫാക്ടറി നശിപ്പിച്ചാൽ മതി. അതിനുവേണ്ടിയാണ് അവൻ അവിടേക്ക് ഓടിപ്പോകുന്നത്. അങ്ങനെ ഫ്രാങ്കി ഓടി വരുന്ന സമയത്താവട്ടെ സ്ട്രോ ഹാറ്റ്സിനെ പിടിക്കാൻ വേണ്ടി നടക്കുന്ന ജനങ്ങൾ അവനെ കണ്ടു. അവനെ കണ്ട ഉടനെ അവരെല്ലാവരും അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നു. അപ്പൊ ഫ്രാങ്കി അവരെ എല്ലാവരെയും തൂക്കി എറിഞ്ഞ് ഇനി ആരും അവനെ പെട്ടെന്ന് കണ്ടുപിടിക്കാതിരിക്കാൻ തലയിലോട്ടൊരു കോട്ടിട്ട് അവൻ സ്മൈൽ ഫാക്ടറിയിലേക്ക് ഓടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് മുകളിലേക്ക് ഓടി വന്നുകൊണ്ടിരിക്കുന്ന റോബിനെ ട്രാൻസ്പോർട്ടർ സ്നെയിൽ വഴി നമ്മുടെ ലൂഫി വിളിച്ചു. അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ പരസ്പരം സംസാരിച്ചു. ലൂഫി, സോറോ, ലോ, കിങ് റീക്കു, വിയോല ഇവർ 5 പേരും ആദ്യം കിങ്ങിന്റെ കൊട്ടാരം ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ പീക്ക് അവന്റെ പവർ ഉപയോഗിച്ച് സ്ഥലങ്ങൾ മാറ്റിയ സമയത്ത് ഇവർ 5 പേരും താഴേക്ക് എത്താതെ ഇതിന്റെ മുകളിൽ കൂടിയും പോയി. അവരുടെ കൂടെയുള്ള ലോയുടെ കൈ കെട്ടിവെച്ച സീപ്രസ് സ്റ്റോൺ കൊണ്ടുള്ള വിലങ്ങും അവർക്ക് ഇതുവരെ അഴിച്ചു മാറ്റാൻ പറ്റിയിട്ടില്ല. അതിന്റെ ചാവി നേരത്തെ ഇവർ കൊട്ടാരത്തിന്റെ മുകളിൽ നിന്ന് വീണ സമയത്ത് മറ്റെവിടേക്കോ തെറിച്ചുപോയി. ഇനി അത് കണ്ടുപിടിക്കാതെ ലോയുടെ കയ്യിലെ വിലം കഴിക്കാനും പറ്റില്ല. റോബിനെ വിളിക്കുന്ന ലൂഫി ഇത്രയും നേരം അവരുടെ കൂടെ ഉണ്ടായിരുന്ന ടോയ് സോൾജർ ശരിക്കും റബ്ബേക്കയുടെ അച്ഛനാണെന്ന് പറയുമ്പോൾ അത് കേട്ട് റബ്ബേക്ക പൊട്ടി കരഞ്ഞുപോയി. അപ്പൊ നമ്മുടെ ലൂഫി റബ്ബേക്കയോട്, റബ്ബേക്ക നീ ഇപ്പൊ കരയണ്ട, ആ സോൾജർ മനുഷ്യനെ മരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അദ്ദേഹത്തിന്റെ കാര്യം ഓർത്ത് നീ പേടിക്കണ്ട. പിന്നെ മത്സരത്തിൽ വെച്ച് നീ ആഗ്രഹിച്ച ഫ്ലെയർ ഫ്രൂട്ട് കിട്ടാത്തതിന് പകരം ഞാൻ നിനക്കൊരു വാക്ക് തരാം. നിനക്ക് വേണ്ടി ഞാൻ ഡോഫ്ലമിംഗോയുടെ ചന്തി അടിച്ചു പൊട്ടിക്കും. ഇപ്പൊ തൽക്കാലം നീ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ സുരക്ഷിതമായിട്ടിരിക്കെ. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വൃത്തികെട്ട ഗെയിം എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് ഞാൻ അവസാനിപ്പിക്കാൻ പോവാ. സോ അതുവരെ നീ എങ്ങനെയെങ്കിലും സുരക്ഷിതമായിട്ടിരിക്കെ. അത് കേട്ട് റെബേക്ക ബാക്കിയുള്ളവരുടെ കൂടെ തളരാതെ മുകളിലേക്ക് ഓടി പോകുന്നു. അപ്പൊ ലൂഫി ചെയ്യാൻ പോകുന്ന കാര്യം കേട്ട ലോയാവട്ടെ ശരിക്കും നമ്മുടെ പ്ലാൻ എന്തായിരുന്നു? സ്മൈൽ ഫാക്ടറി നശിപ്പിക്കുന്നതിലൂടെ കൈഡോയ്ക്കും ഡോഫ്ലമിംഗോയ്ക്കും ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുക. പക്ഷേ നമ്മളിപ്പോ അതൊന്നുമല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഡോഫ്ലമിംഗോയെ കൊല്ലുകയാണെങ്കിൽ കൈഡോ നമുക്കെതിരെ തിരികെ
എരിയും. അയാളുടെ ദേഷ്യം മുഴുവൻ നമ്മുടെ മേലെ ആയിരിക്കും. അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ കൈഡോയെ നമുക്ക് നേർക്ക് നേരെ നിന്ന് നേരിടേണ്ടി വരും, ഈ കടലിലെ വൺ ഓഫ് ദ എംപററിനെതിരെ എന്ന് ലോ വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ അത് കേട്ട് ലൂഫി അവനോട്, ഇപ്പോ അതല്ല ഇവിടുത്തെ പ്രശ്നം, നീ ഈ രാജ്യത്തിന്റെ ഇപ്പോഴുള്ള അവസ്ഥയൊന്ന് നോക്ക്. ഞാനിതിപ്പോ ഇവിടെ വെച്ച് നിർത്തുകയാണെങ്കിൽ പിന്നെ ഈ രാജ്യത്തിന് എന്ത് സംഭവിക്കും, ഇവിടുത്തെ ജനങ്ങൾക്ക് എന്ത് സംഭവിക്കും, ഇതിനുശേഷം അവരെയൊന്നും ആരെ കൊണ്ട് സഹായിക്കാൻ പോലും കഴിയില്ല എന്ന് പറഞ്ഞ് ലൂഫി ഡോഫ്ലമിംഗോയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി സോറോയും ലോയും തൂക്കിയെടുത്ത് ഒന്നും നോക്കാതെ ആ സ്ഥലത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് എടുത്തിയാടി. ആ സമയത്ത് വിയോല ലോയുടെ കയ്യിലെ സീപ്രസിസ്റ്റോണിന്റെ ബലം കഴിക്കാനുള്ള ചാവി കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നു. നേരത്തെ അവർ താഴേക്ക് വീണ സമയത്ത് ആ ചാവി എവിടേക്കാണ് വീണ് പോയതെന്ന് വിയോല കണ്ടിരുന്നു. അങ്ങനെ അവളുടെ പവർ ഉപയോഗിച്ച് ആ ചാവി എവിടെയാണ് വീണ് പോയതെന്ന് അവൾ കണ്ടുപിടിച്ചു. താഴേക്ക് എടുത്തിയാടി ലൂഫി നേരെ വന്ന് വീഴുന്നത് ഡോഫ്ലമിംഗോയുടെ ഒരു കൂട്ടം സോൾജേഴ്സിന് മുമ്പിലേക്കാണ്. അതുപോലെ തന്നെ അവിടെ സെന്യോർ പിഗ്, മാച്ച് വൈസ്, ഡെലിഞ്ചിയർ അവര് 3 പേരുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ലൂഫി മുമ്പിലേക്ക് ഓടി പോകുമ്പോൾ അവർ 3 പേരും ലൂഫിയെ പിടിക്കാൻ വേണ്ടി അറ്റാക്ക് ചെയ്യുന്നു. പക്ഷേ ആ അറ്റാക്ക് ഒക്കെ മറികടന്ന് ലൂഫിയും സോറോയും വീണ്ടും മുമ്പിലേക്ക് ഓടി വരുമ്പോൾ ഒരു കൂട്ടം ജനങ്ങൾ അവരെ പിടിക്കാൻ വേണ്ടി മുമ്പിലേക്ക് വന്നു. അവരെ അടിച്ചു വീഴ്ത്താനൊന്നും ലൂഫിക്ക് പ്ലാൻ ഇല്ല. അതുകൊണ്ട് അവരെ മറികടന്ന് പോകാൻ വേണ്ടി ലൂഫി അവന്റെ ഹാക്കി ഉപയോഗിക്കാൻ തുടങ്ങുമ്പോഴാണ് അവിടേക്ക് അഡ്മിറൽ ഫുജിറ്റോറയും കൂടെ തന്നെ കുറച്ച് മറൈൻ സോൾജേഴ്സും വരുന്നത്. അവിടേക്ക് വന്ന അഡ്മിറൽ ഫുജിറ്റോറ ലൂഫിയെ പിടിക്കാൻ വേണ്ടിയാണ് വന്നത്. അതുകൊണ്ട് ലൂഫി അഡ്മിറൽ ഫുജിറ്റോറയെ അവിടെ വെച്ച് ഫൈറ്റ് ചെയ്യുന്നു. അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഡോൺ ക്യൂഹത്തെ ഫാമിലിയിലെ പീക്ക ആ ഐലൻഡിലെ മുഴുവൻ കല്ലും മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു വലിയ രൂപത്തിലേക്ക് മാറി ലൂഫിയെ പിടിക്കാൻ അവിടേക്ക് വന്നു. ഈ പീക്കയുടെ ശക്തി ആരെക്കൊണ്ടും അളക്കാൻ പോലും കഴിയില്ല. അതുപോലെ അവൻ എത്ര അടിച്ചു നശിപ്പിച്ചാലും ഒരു സ്ഥലത്ത് കല്ലുകൾ ഉള്ളിടത്തോളം കാലം അവൻ വീണ്ടും റീജനറേറ്റ് ചെയ്തു വരും. ചുരുക്കി പറഞ്ഞ അവനെ തോൽപ്പിക്കാൻ ഒരുപാട് കഷ്ടപ്പെടണം. പക്ഷെ അവനൊരു പ്രത്യേകതയുണ്ട്, അവന്റെ ശരിക്കുള്ള ശരീരം ഒരുപാട് വലുതാണ്, ആരും കണ്ടാൽ തന്നെ പേടിച്ചു പോകും. അതുപോലത്തെ ഒരു വലിയ രൂപമാണ് പീക്കയുടേത്. എന്നാൽ അവന്റെ ശബ്ദം അവന്റെ രൂപത്തിന് ചേരാത്തതാണ്. ഒരു വിസില് തൊണ്ടയിൽ കുടുങ്ങിയതുപോലത്തെ ശബ്ദം. ആരെങ്കിലും അവന്റെ ശബ്ദം കേട്ടാൽ പൊട്ടിച്ചിരിച്ചു പോകും. പക്ഷെ അവന്റെ മുമ്പിൽ വെച്ച് അവന്റെ ശബ്ദം കേട്ട് ചിരിക്കാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ചിരിച്ചാൽ അവൻ അവരെ കൊന്നുകളയും. അവന്റെ ശബ്ദം കേട്ട് ആരെങ്കിലും കളിയാക്കി ചിരിക്കുന്നത് ഡോഫ്ലമിംഗോയ്ക്ക് ഇഷ്ടമല്ല. കാരണം ഡോഫ്ലമിംഗോയ്ക്ക് അവന്റെ 8ാമത്തെ വയസ്സിലെ അവന്റെ സ്വന്തം അമ്മയെ നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് അവന്റെ 10ാമത്തെ വയസ്സിലെ അവൻ അവന്റെ സ്വന്തം അച്ഛനെ തന്നെ കൊന്നു. അങ്ങനെ സ്വന്തമായിട്ട് ഫാമിലി ഒന്നും ഇല്ലാത്ത ഡോഫ്ലമിംഗോയ്ക്ക് അവന്റെ കൂടെ നടക്കുന്ന ഇവരൊക്കെ തന്നെയാണ് അവന്റെ ഫാമിലി. അവര് ഡോഫ്ലമിംഗോയ്ക്ക് വേണ്ടി എന്തും ചെയ്യും. സ്വന്തം ജീവൻ കൊടുക്കാൻ പോലും അവർ മടിക്കില്ല. അതുകൊണ്ട് തന്നെ ഡോഫ്ലമിംഗോയ്ക്ക് അവരെ ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പൊ ലൂഫിയെ പിടിക്കാൻ വേണ്ടി വന്ന പീക്കെ കണ്ട് അവിടെയുള്ള എല്ലാവരും പേടിച്ചു വിറച്ചുപോയി. അങ്ങനെ എല്ലാവരും പീക്കെ കണ്ട് ഷോക്കായി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് പീക്ക, എന്റെ കുടുംബത്തിന് നേരെ വരുന്നവനെ ഞാൻ വെറുതെ വിടില്ല, എല്ലാത്തിനെയും ഞാൻ കൊല്ലും എന്ന് പീക്ക അവന്റെ ചെറിയ വോയിസിൽ പറഞ്ഞു. അത് കേട്ട ലൂഫിക്കാവട്ടെ അവന്റെ ചിരി അടക്കാൻ പറ്റിയില്ല. ലൂഫി അവിടെ വെച്ച് പൊട്ടിച്ചിരിച്ചു. അതും പീക്ക കേൾക്കാൻ മാത്രം ഒച്ചത്തില്. അത് കേട്ട പീക്കയ്ക്ക് ദേഷ്യം വന്നു. പെട്ടെന്ന് അവൻ അവന്റെ ആ വലിയ കൈകൊണ്ട് ലൂഫിക്ക് നേരെ ആഞ്ഞു കുത്തി. അവന്റെ ആ ഒരു പഞ്ചിൽ ആ സ്ഥലം മുഴുവൻ തകർന്നു. ഒരുപാട് ബിൽഡിങ്ങുകൾ നശിച്ചുപോയി. നമ്മുടെ സോറോ പോലും ദൂരേക്ക് തെറിച്ചുപോയി. പക്ഷെ എന്നിരുന്ന പോലും നമ്മുടെ ലൂഫിക്ക് ലോയ്ക്ക് ഒന്നും സംഭവിച്ചില്ല. ഇതേ സമയത്ത് അണ്ടർഗ്രൗണ്ടിൽ നിന്ന് ഒരുപാട് പേര് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ സാബോയുടെ കൂടെ വന്ന കോവാല എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അണ്ടർഗ്രൗണ്ടിലെ ഷിപ്പുകളിൽ വെച്ചിരുന്ന ഇല്ലീഗൽ ആയിട്ടുള്ള വെപ്പൺസ് കണ്ടുപിടിച്ചു. അപ്പൊ ആ വെപ്പൺസ് മുഴുവൻ ആ കപ്പലോടെ നശിപ്പിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ അവിടേക്ക് വന്നു. കാരണം അത് ഡോഫ്ലമിംഗോയ്ക്കെതിരെയുള്ള തെളിവാണ്. അതുകൊണ്ട് തന്നെ ആ തെളിവ് അവർക്ക് നശിപ്പിക്കണം. അപ്പൊ ആ കപ്പലിലുണ്ടായിരുന്ന കോവാല അവരെ എല്ലാവരെയും പെട്ടെന്ന് അടിച്ച് താഴെയിട്ട് ആ എവിഡൻസ് നശിപ്പിക്കാതെ തടഞ്ഞു. മറ്റൊരു ഭാഗത്ത് പുറത്തേക്ക് ഓടി വരുന്ന റോബിന് അവളുടെ കൂടെയുള്ള ആൾക്കാർ നേരെ പോകുന്നത് ആദ്യം രാജാവിന്റെ കൊട്ടാരം ഉണ്ടായിരുന്ന ആ ഉയർന്ന സ്ഥലത്തേക്കാണ്. അതിന്റെ മുകളിലേക്ക് അവർക്കെല്ലാവർക്കും പിടിച്ചു കയറാൻ വേണ്ടി റോബിൻ അവളുടെ പവർ ഉപയോഗിച്ചൊരു വലയുണ്ടാക്കി. അങ്ങനെ റോബിൻ ഉണ്ടാക്കിയ വലയിൽ പിടിച്ച എല്ലാവരും പെട്ടെന്ന് മുകളിലേക്ക് എത്തി. അപ്പൊ അവരുടെ പുറകെ അവരെ പിടിക്കാൻ വേണ്ടി വന്ന ആൾക്കാർ അതിൽ പിടിച്ചു കയറുമ്പോൾ റോബിൻ പെട്ടെന്ന് ആ വല ഇല്ലാതാക്കി. അതോടെ അവരെ പിടിക്കാൻ വേണ്ടി വന്ന ആൾക്കാർ എല്ലാവരും താഴേക്ക് വീണുപോയി. ഇവിടെ നമ്മുടെ ലൂഫി പീക്കയുടെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുമ്പോൾ അവന്റെ അടുത്തേക്ക് പെട്ടെന്ന് ക്യാവൻഡിഷ് വരുന്നു. പക്ഷെ ഇപ്രാവശ്യം ലൂഫിയെ അറ്റാക്ക് ചെയ്യാനല്ല ക്യാവൻഡിഷ് വരുന്നത്. അതിന് പകരം അവൻ ലൂഫിയെ സഹായിക്കാനാണ് വന്നത്. കാരണം നേരത്തെ ടോയിയായിട്ട് മാറിയ ക്യാവൻഡിഷ് എന്നേക്കുമായിട്ട് അവിടെ പെട്ടുപോയനെ. എന്നാൽ ആ സമയത്ത് അവനെയും ബാക്കിയുള്ള എല്ലാവരെയും രക്ഷപ്പെടുത്തിയത് അവൻ വെറുക്കുന്ന സ്ട്രോ ഹാറ്റ്സിലെ സ്നൈപ്പർ ഊസോപ്പാണ്. അതായത് നമ്മുടെ ഗോഡ് ഊസോപ്പാണ്. അതുകൊണ്ട് അവനെ രക്ഷപ്പെടുത്തിയ ഊസോപ്പിന്റെ ക്രൂവിനെ ക്യാവൻഡിഷ് സഹായിക്കാൻ തീരുമാനിച്ചു. എന്നാൽ അവനെ സഹായിക്കാൻ വരുന്നത് ക്യാവൻഡിഷ് മാത്രമല്ല, ഊസോപ്പ് കാരണം രക്ഷപ്പെട്ട ചിഞ്ചാവോ ഫാമിലിയിലെ ചിഞ്ചാവോ, അയാളുടെ പേരക്കുട്ടികളായ സായി, ബൂ, കിങ് ഇസബെല്ലോ രണ്ടാമനും അയാളുടെ കൂട്ടാളിയും, പിന്നെ ജയന്റുകളുടെ നാടായിട്ടുള്ള എൽബഫിലെ വാരിയർ ഹജറുദ്ദീൻ, ഓറോളംബസ്, ഐഡിയോ, ക്രിമിനൽ ആയിട്ടുള്ള സുലൈമാൻ, അബ്ദുള്ള, അവന്റെ കൂടെയുള്ള ജീറ്റ്, ലോങ് ഫീറ്റ് ട്രൈബിലെ ബ്ലൂ ഗില്ലി, അങ്ങനെ ഡോഫ്ലമിംഗോയുടെ ദേഷ്യമുള്ള ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും നമ്മുടെ ലൂഫിയെ സഹായിക്കാൻ തീരുമാനിച്ചു. പോരാത്തതിന് ലൂഫിക്ക് വേണ്ടി അവര് ഡോഫ്ലമിംഗോയെ കൊല്ലാമെന്ന് പറഞ്ഞു. പക്ഷെ അത് കേട്ട് നമ്മുടെ ലൂഫി സമ്മതിക്കുവോ? എന്റെ കൂടെ ഒരുത്തനും വരണ്ട, ഡോഫ്ലമിംഗോയുടെ ചന്തി ഞാൻ തന്നെ അടിച്ചു പൊട്ടിക്കും എന്ന് നമ്മുടെ ക്യാപ്റ്റൻ ലൂഫി. അതോടെ ഡോഫ്ലമിംഗോയെ ആര് കൊല്ലുമെന്ന് പറഞ്ഞ അവിടെ ഒരു തർക്കമായി. ആ സമയത്താണ് ലൂഫിയുടെ അടുത്തേക്ക് നേരത്തെ അവൻ ഫ്രണ്ടായ ഫൈറ്റിംഗ് ബുള്ള് വരുന്നത്. കൊളോസത്തിൽ വെച്ച് ലൂഫിയുടെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്ത ആ കാളയെ കാണുന്ന ലൂഫി പെട്ടെന്ന് അതിന്റെ പുറത്തേക്ക് ചാടി കയറി
അവിടെ നിന്ന് പോവാണ്. പക്ഷെ ലൂഫിയെ വിടാതെ അവന്റെ പുറകെ തന്നെ ഡോഫ്ലമിംഗോയെ കൊല്ലണമെന്ന് പറഞ്ഞ് ബാക്കിയുള്ള ആൾക്കാരും വരുന്നു. ലൂഫിക്കാണെങ്കിൽ അവരവന്റെ പുറകെ വരുന്നതന്നെ ഇഷ്ടമല്ല. കാരണം ഡോഫ്ലമിംഗോ ലൂഫിക്ക് മാത്രമുള്ളതാണ്. അവനെ ഒരുത്തം പോലും തൊടാൻ ലൂഫി സമ്മതിക്കില്ല. അങ്ങനെ ലൂഫിയും ബാക്കിയുള്ളവർ നേരെ ഓടി വരുമ്പോ അവരെ പീക്ക കണ്ടു. എന്നിട്ട് പീക്ക അവരെ നോക്കി, എടാ നാറുകളെ, നിങ്ങളെ എല്ലാവരും ഞാൻ കൊല്ലും. അത് കേട്ട് അവർക്കാവട്ടെ ചിരി അടക്കാൻ കഴിയുന്നില്ല. എല്ലാവരും പീക്ക കേൾക്കെ പൊട്ടിച്ചിരിക്കും. അത് കേട്ട് ദേഷ്യം വന്ന് പീക്ക അവരെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോ ചിഞ്ചാവോയും കിങ് ഇസബെല്ലോയും അവർക്ക് നേരെ വരുന്ന പീക്കയുടെ ഒരു കൈ അടിച്ച് തകർത്തു. ശേഷം വീണ്ടും അവരെല്ലാവരും മുന്നിലേക്ക് ഓടി വരുമ്പോ പീക്ക അവന്റെ അടുത്ത കൈ കൊണ്ട് അവരെ എല്ലാവരെയും പെട്ടെന്ന് അറ്റാക്ക് ചെയ്തു. അപ്പൊ കാളയുടെ പുറത്തിരുന്ന് വരുന്ന നമ്മുടെ ലൂഫി നിലത്തേക്ക് ഇടിച്ച പീക്കയുടെ കയ്യിലേക്ക് കയറി. ആ കാളയുടെ പുറത്ത് ലൂഫി, സോറോ, ലോ, അതുപോലെ ലൂഫിയെ സഹായിക്കാൻ വന്ന ജീറ്റ്, അബ്ദുള്ള, ഇവർ 5 പേരാണ് ആ കാളയുടെ പുറത്തിരുന്ന് പീക്കയുടെ കയ്യിലൂടെ കയറി പോകുന്നത്. മുകളിലേക്ക് വരുന്ന ലൂഫിയെ കണ്ട പീക്ക ആവട്ടെ അവന്റെ പൊട്ടിപ്പോയ കൈ വീണ്ടും റീജനറേറ്റ് ചെയ്ത് ലൂഫിയെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. അത് കണ്ട് ലൂഫി പെട്ടെന്ന് കാളയുടെ പുറത്തുനിന്ന് ചാടി ഇറങ്ങി. എന്നിട്ട് ഗിയർ 3 യൂസ് ചെയ്ത് ചാടി വന്ന് പീക്കയുടെ അറ്റാക്ക് മറികടന്ന് അവന്റെ ആ വലിയ തല അടിച്ചു പൊട്ടിച്ചു. പക്ഷെ എന്നിരുന്നാൽ പോലും പീക്കയ്ക്കൊന്നും സംഭവിച്ചില്ല. അവനെ എത്ര അടിച്ചു പൊട്ടിച്ചാലും പീക്കയ്ക്കൊന്നും സംഭവിക്കില്ല. കാരണം അത് അവന്റെ ശരീരമല്ല. ഈ കാര്യങ്ങളൊക്കെ സോറോ ലൂഫിക്ക് പറഞ്ഞു കൊടുത്തു. ശേഷം നമ്മുടെ സോറോ ഒബ്സർവേഷൻ ഹാക്കി ഉപയോഗിച്ച് പീക്കയുടെ ശരിക്കുള്ള ശരീരം എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പൊ കല്ലിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന പീക്ക അവന്റെ കത്തിയെടുത്ത് ലൂഫിയെ വെട്ടാൻ അടുത്തേക്ക് എത്തിയതും നമ്മുടെ വൈസ് ക്യാപ്റ്റൻ ചാടി വന്ന് അവന്റെ ആ അറ്റാക്ക് തടഞ്ഞു. ഞാനിവിടെ ഉള്ളപ്പോ എന്റെ ക്യാപ്റ്റനെ നീ തൊടില്ല എന്നൊരു രീതിയിൽ. അപ്പൊ മുമ്പിലേക്ക് ഓടിപ്പോകുന്ന ലൂഫി സോറോയോട്, സോറോ, ഇത് ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. ഞാൻ പോയി ഡോഫ്ലമിംഗോയുടെ ചന്തി അടിച്ച് പൊട്ടിക്കട്ടെ. ക്യാപ്റ്റൻ, എന്നാ ശരി, ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അപ്പൊ സോറോയോട് പീക്ക മുമ്പിൽ നിന്ന് മാറി നിൽക്കാൻ പറയുമ്പോ, എന്റെ ക്യാപ്റ്റൻ നിന്നെപ്പോലെ ഒരു ഉപയോഗമില്ലാത്ത കല്ലിന്റെ കൂടെ ഫൈറ്റ് ചെയ്യില്ല. നീ എന്റെ ഈ വാളിന് വെട്ടി തീരാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് നിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം.